ഹലോ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് ജി കെ മെയ് 2026 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് SSCക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ ഒലിവ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ എല്ലാ വീഡിയോയും ആൻസർ സൊല്യൂഷനും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് സൊല്യൂഷൻ പാർട്ട് കാണണമെന്നുള്ളവർക്ക് അത് പോസ് ചെയ്തിട്ട് ഫുൾ ഒന്ന് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. ഞാനിവിടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ആൻസർ പാർട്ട് കാണിക്കാം. വേണമെന്നുള്ളവർക്ക് അതിൻ്റെ നിങ്ങളുടെ ഇഷ്ടം പോലെ പോസ് ചെയ്ത് വെച്ച് വീഡിയോ പോസ് ചെയ്ത് വെച്ച് കാണാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് RBI's റിവൈസ്ഡ് ലെൻഡിംഗ് നോംസ് ഫോർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് UCBs slated to take effect in October 2026. Which of the statements given above is are correct? RBIയുടെ പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് നോംസ് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് ഇതിൽ കറക്റ്റ്. ഫോർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് മീറ്റിംഗ് RBI eligibility criteria for business authorization ECBA, unsecured advances up to ₹50,000 per borrower that qualify as priority sector will not be counted within the 20% unsecured capital. For Tier 1 and Tier 2 UCBs, moratorium on housing loan is allowed only for under construction properties and is limited to a maximum of 24 months. അപ്പോൾ ഇത് രണ്ടുമാണ് ആ നോംസിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ അതിൻ്റെ താഴത്തെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഭാഗം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI has proposed changes for online bond platform providers OBPPS to improve operational flexibility and ease of doing business. Which of the following statement is are correct? SEBI അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു ഓൺലൈൻ ബോണ്ട് പ്ലാറ്റ്ഫോംസിനാണ്. അത് ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നത്. SEBI has proposed allowing OBPPS to offer products regulated by IFSCA. OBPPS may also be allowed to offer tax-saving bonds issued under Section 54EC of the Income Tax Act. ഇത് രണ്ടാണ് കറക്റ്റ്. എൻ്റെ കൂടുതൽ ഡെഫിനിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് പോസ് ചെയ്ത് വെച്ച് വായിക്കാം. ഓക്കെ, third question, Securities Exchange Board of India has proposed additional measures to strengthen the framework of open market buybacks through stock exchanges. Which of the following statement is are correct? ഇപ്പോൾ സെബിയുടെ വേറെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന് തന്നെ കുറച്ച് പുതിയ നോംസ് ആണ്. ഇതിൽ ഏതൊക്കെ കറക്റ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലും ഫസ്റ്റും സെക്കൻഡും ആണ് കറക്റ്റായിട്ട് വരുന്ന പോയിൻറ്റ്സ്. SEBI has proposed a maximum timeline for 66 working days for completion of open market buybacks. SEBI proposed that at least 40% of the buyback size be utilized within the first half of the offer period. ഇത് ബാക്കി ഡെഫിനിഷൻ വേണമെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സെബിയെക്കുറിച്ചും അതിൻ്റെ ഓരോ സ്ലാബ്സും അതിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ തന്നിരിക്കുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് റിലാക്സ്ഡ് അപ്രൂവൽ നോംസ് ഫോർ ഔട്ട്വേർഡ് റെമിറ്റൻസ് ടൈസ് ups involving authorized dealers, category 1 banks and non-bank digital platform. Which of the following statement is are correct? ഇതിൽ ഫസ്റ്റും സെക്കൻഡ് ആണ് കറക്റ്റ്. ഓതറൈസ്ഡ് ഡീലേഴ്സ് അല്ലെങ്കിൽ AD category 1 banks no longer require prior RBI approval for tie-ups with non-bank outward remittance platform. Banks remain responsible for compliance with FEMI provisions and KYC norms. ഇപ്പോൾ താഴത്തുള്ള ഡെഫിനിഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം ലോഞ്ച് മൾട്ടിപ്പിൾ SIDBI ഇനിഷ്യേറ്റീവ്സ് ഡ്യൂറിങ് SIDBI's 37th ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻ ഇൻ മുംബൈ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? നമ്മുടെ യൂണിയൻ മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാറാം SIDBI അതിൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ 37th ഫൗണ്ടേഷൻ ഡേ ആയിട്ടനുബന്ധിച്ച് മുംബൈയിൽ നടന്നൊരു മീറ്റിങ്ങിൽ കുറച്ച് പുതിയ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ് കറക്റ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് വായിച്ചു പോകാം.
The Union Cabinet approved rupees 5,000 crore additional equity support to SIDBI in January 2026. The SIDBI RRB co-lending platform aims to improve MSME credit access in rural and semi-urban areas. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെഫിനിഷൻ. കുറച്ച് ലെങ്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം എടുത്ത് വായിക്കണം എന്നുള്ളവർക്ക് വായിച്ച് നോക്കി ഒന്ന് കൂടുതൽ ഡെപ്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ MSME എന്നൊക്കെ പറയുന്നത് മറ്റേ മൈക്രോ എന്താ കറക്റ്റ് ഒരു മറ്റേ മണി കൊടുക്കുന്ന പരിപാടിയാണല്ലോ. അതിൻ്റെ അകത്ത് ഡെഫിനിഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു MSME കുറിച്ച്. മൈക്രോ സ്മോൾ മണി ലെൻഡിങ് പ്രോഗ്രാമാണ്. എന്തോ റൂറലായിട്ടുള്ളവർക്ക് കറക്റ്റ് ഡെഫിനിഷൻ മറന്നുപോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th question. The Reserve Bank of India RBI has introduced a mandatory cooling off period for directors of urban cooperative banks UCBs and rural cooperative banks RCBs after completion of continuous tenure on board. Which of the following statement are correct? ഇതിൽ ഫസ്റ്റും തേർഡും ആണ് കറക്റ്റ് പോയിന്റ്സ്. The RBI has mandated that a 3-year cooling off period after 10 continuous years on the board. The amendment aims to prevent circumvention of tenure rules by directors. ഇത് താഴത്തുള്ള പോയിന്റ്സ് നമുക്ക് വായിച്ചു നോക്കാം. 7th question. The Reserve Bank of India announced a record surplus transfer of Government of India for financial year 26. Which of the following statements are correct? RBI declared a surplus transfer of rupees 2.87 lakh crore to the government for financial year 26. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് കറക്റ്റാണ്. സെക്കൻഡ് പോയിന്റ് RBI ബാലൻസ് ഷീറ്റ് എക്സ്പാൻഡഡ് ടു rupees 91.97 lakh crore as of March 31, 2026. 8th question. The index of 8 crore industries ICI recorded a provisional growth of 1.7% in April 26 compared to April 25. Which of the following statements are correct? The first and second one correct. The index of 8 crore industries comprises 40.27% weight in the index of industrial production IIP. Steel production increased by 6.2% in April 2026 over April 2025. According to the State Bank of India research report, India's economy is expected to grow at 7.2% during the January-March quarter of financial year 26. Which of the following statements are correct? First and second one correct. SBI research estimated India's Q4 quarter 4 financial year 26 GDP growth at 7.2%. The advance estimate released in February projected financial year 2026 Q4 growth at 7.3%. According to the data released by the Central Board of Direct Taxes CBDT, India's net direct tax collections recorded moderate growth in financial year 2025-26 but fell short of revised estimates. Which of the following statements are correct? First and third one correct. Net direct tax collection in financial year 26 stood over at rupees 23.40 trillion. Refund issuance declined slightly in financial year 26 compared to the previous year. 11th question. With reference to the history of Supreme Court judge strength revision highlighted alongside the Supreme Court number of judges amendment bill 2026, which of the statement given is are correct? അപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജസിൻ്റെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമെൻമെൻറ്റ് ആയി തന്നിരിക്കുന്നത്. അതിൻ്റെ ഏതൊക്കെയാണ് കറക്റ്റ്? ഇതിൽ മൂന്നും കറക്റ്റാണ്. സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് അമെൻമെൻറ്റ് ആക്ട് 1986 റൈസ് സ്ട്രെങ്ത് എക്സ്ക്ലൂഡിംഗ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫ്രം 17 to 25. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ല പോയിട്ട് ബാക്കിയുള്ളവരുടെ എണ്ണത്തിലായിട്ട് 17 to 25 1986 കൂട്ടിയായിരുന്നു. The Supreme Court number of judges Amendment Act 2008 increased the strength from 25 to 30. 2008 25 ആയിരുന്നത് 30 The Supreme Court Judges Amendment Act 2019 increased the strength from 30 to 33 excluding Chief Justice of India. 30 നിന്ന് 33
കൂട്ടി. അപ്പോൾ ടോട്ടൽ 34 പേരായിരിക്കും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിൽ കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിനകത്ത് കറക്റ്റ് പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. 12th question, which of the following theme was adopted for the 79th World Health Assembly held in Geneva, where member state adopted multiple resolutions related to global public health cooperation in May 2026? ഓപ്ഷൻ ബി ആണ് റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഇതിനകത്തുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ തീം എന്തായിരുന്നു? റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. 13th question, Tripura has created history by becoming the first state in India to complete all priority areas under deregulation phase 2 of the National Compliance Reduction and Deregulation Initiative led by the Cabinet Secretariat of the Government of India. Which of the following is are correct? ഫസ്റ്റും സെക്കൻഡും ആണ് കറക്റ്റ്. ത്രിപുര strengthen the single window approval agency SWAT and rationalize overlapping no objection certificate NOCs. Inspection exemptions for up to 3 years were provided in certain industrial categories. കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കാനുള്ളവർക്ക് ഇത് വായിച്ചു നോക്കാം. 14th question, രാജസ്ഥാൻ റോയൽസ് ടീനേജ് ബാറ്റർ വൈഭവ് സൂര്യവംശി created a new IPL record during the 2026 season by surpassing the previous mark of 42 sixes by an Indian batter in a single edition. Which of the following players previously held this Indian record before being overtaken in the May 2026? ഇപ്പോൾ വൈഭവ് സൂര്യവംശി ഈ ഒരു പ്ലേസിൽ എത്തുന്നതിന് മുമ്പ് ആരായിരുന്നു ഈ ഒരു റെക്കോർഡ് ഹോൾഡ് ചെയ്തെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മയ്ക്കായിരുന്നു 42 സിക്സേഴ്സ് ഉണ്ടായിരുന്നത്. ഓക്കെ. 15th question, which of the following AI based system is being strengthened under the collaboration between Indian Cybercrime Coordination Center I4C and the Reserve Bank Innovation Hub RBIH to detect mule accounts and prevention cyber financial frauds in May 2026? അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് മ്യൂൾ അക്കൗണ്ട്സ് വരുമ്പോൾ അത് MuleHunter.ai എന്നുള്ള AI ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വായിക്കണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. 16th question, the central government launched the Bhavya Bharat Audyogik Vikas Yojana scheme to develop industrial park across the country. Which of the following statement are correct? The Bhavya scheme aims to develop 100 industrial parks across India. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. The scheme has financial outlay of rupees 33,660 crore. The industrial park will be developed under the National Corridor Development Program NICDP framework. ഇപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. 17th question, Union Minister Jyotir Aditya M. Shinde launched the Coffees of Nagaland mission to promote Nagaland as a global specialty coffee destination. Which of the following statement are correct? ഇതിൽ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. The Coffees of Nagaland mission has a financial outlay of rupees 175 crore. Tofema village in Kohima district has been identified for Arabica coffee cultivation. Gotovi village in Newland district has been identified for Robusta coffee cultivation. 18th question, which of the total financial outlay approved by Union Cabinet for the scheme for promotion of surface coal or lignite gasification project aimed at accelerating India's coal gasification program and strengthening energy security, എത്ര രൂപയാണ് ഇതിന് കൊടുത്തതെന്ന് ചോദിച്ചേക്കുന്നത്? 37,500 crores ആണ് അതിനുവേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ളത്. യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി അപ്രൂവ് സ്കീം പ്രൊമോഷൻ. അപ്പോൾ അതിന് കൊടുത്തത് റുപ്പീസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് എന്നുള്ളത് ഫുൾ വായിച്ചു നോക്കണം എന്നുള്ളവർക്ക് ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. 19th question, the Union government has released the first wage installment under MG Narega for financial year 2026-27
and he is planning to transition to a new scheme called VB Gramin. Which of the following statements are correct? അപ്പോൾ ഇതിൽ ഫസ്റ്റും തേർഡും ആണ് കറക്റ്റ്. The center released over rupees 17,700 crore as the first wage installment under MG Narega for financial year 27. The Union Budget financial year 27 allocated funds for both VB Gramin and MG Narega. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ റിലീസ് ഓവർ 17,700 crore ഫോർ as the ഫസ്റ്റ് വേജ് ഇൻസ്റ്റാൾമെൻറ്റ് അണ്ടർ MG Narega ഫോർ ഫിനാൻഷ്യൽ ഇയർ 27. സെൻട്രൽ 17,700 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ ബഡ്ജറ്റ് 27-ൽ VB ഗ്രാമീണും MG Naregയ്ക്കും വേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 20th question. Who among the following is appointed as the Executive Director of Reserve Bank of India with responsibility for the Department of Payment and Settlement System in May 2026? ആരെയാണ് റിസർവ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഗൺവീർ സിംഗ് ആണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു conferred Padma Shri Award during the civil investiture ceremony one held at Rashtrapati Bhavan, New Delhi. Which of the following statements are correct? ഇതിൽ ഫസ്റ്റും തേർഡും ആണ് കറക്റ്റ്. A total of 131 Padma Awards were approved for 2026. Uday Kotak was awarded the Padma Bhushan. ഇപ്പോൾ കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, പത്മശ്രീ, പത്മഭൂഷൺ എന്നുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഫീൽഡാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. In May 2026, Niti Aayog released a decade-scale analysis and policy roadmap for school education quality enhancement. Consider the following statement about the report and identify the correct option. ഇതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കറക്റ്റാണ്. It draws on UDISC 2024-25, Parak രാഷ്ട്രീയ സർവേക്ഷൻ 2024, NUS 2017 and 2021 and ACER 2024 as a key secondary data sources. It promotes 13 recommendations organized as 8 systematic and 5 academic recommendations. It outlines 33 implementation pathways and over 125 measurable performance success indicators. ഇത്രയും കാര്യങ്ങളാണ് റോഡ് മാപ്പ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നീതി ആയോഗ് റിലീസ് ചെയ്തത്. ഒന്നും കൂടെ വായിച്ചു തരാം. ഇറ്റ് ഡ്രോസ് ഓൺ UDISC 2024-25, പരാഗ് രാഷ്ട്രീയ സർവേക്ഷൻ 2024, NAS 2017-2021, ACER 2024 as a key secondary data source. It proposed 13 recommendations organized as 8 systematic and 5 academic recommendations. It outlines 33 implementation pathways and over 125 measurable performance success indicators. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഇതായിട്ടുള്ള ഭാഗം ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഇത് ഫുള്ള് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ക്ലാസ് ഒരുപാട് വലുതാവുകയും ചെയ്യും. 23rd question. Which of the following meeting of the Asian Productivity Organization APO hosted by National Productivity Council under DPIIT at Bharat Mandapam in New Delhi concluded after 3 days of deliberations and strategic decisions in May 2026? ഇപ്പോൾ എത്രാമത്തെ മീറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് APOയുടെ, ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ്റെ 68th സെഷൻ ഓഫ് ഗവേണിംഗ് ബോഡി മീറ്റിംഗ്. ഗവേണിംഗ് ബോഡീസിൻ്റെ 68th മീറ്റിംഗ് നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ വായിച്ചു നോക്കുക. 24th question. During Prime Minister Narendra Modi's official visit to Italy in May 2026, India and Italy elevated their bilateral ties to a specific strategic partnership. Which of the following statement is correct? ഇപ്പോൾ നരേന്ദ്രമോദി ഇറ്റലിയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ബൈലാറ്ററൽ ടൈസ് ഉണ്ടായി. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴ്ച 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇന്ത്യ ആൻഡ് ഇറ്റലി എഗ്രി ടു എസ്റ്റാബ്ലിഷ് എ ഫോറിൻ മിനിസ്റ്റേഴ്സ് ലെഡ് മെക്കാനിസം to review the joint strategic action plan 2025-29. Both countries set a target of expanding bilateral trade
to rupees 20 billion by 2029. The two countries agreed to launch a dialogue on maritime security to enhance maritime cooperation and information exchange. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ്. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, 25th ക്വസ്റ്റ്യൻ. പിന്നെ താഴെയുള്ള ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ടെന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. പിന്നെ ഏതൊക്കെ ഭാഗത്താണ് ഡിഫൻസ്, സെക്യൂരിറ്റി, മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്ചേഞ്ചസ്, ഈ ടോപ്പിക്സൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തതിൻ്റെ അകത്താണ് തീരുമാനങ്ങളൊക്കെ എടുത്തതും ബൈലാറ്ററൽ കോർപ്പറേഷനുമായിട്ടുള്ള ഇറ്റലി, ഇന്ത്യ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജീസ് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് സ്മാർട്ട് മൈക്രോ ആൽഗെ ബേസ്ഡ് കാർബൺ ക്യാപ്ചറിംഗ് സിസ്റ്റം ഇനോഗ്രേറ്റഡ് അറ്റ് സ്വാമി വിവേകാനന്ദ Park in Bhopal to help reduce PM 2.5 and PM 10 pollution levels and absorb carbon dioxide equivalent to nearly 25 trees in May 2026. ആൻസർ വരുന്നത് ഏത് ടെക്നോളജിയാണ് ചോദിച്ചിരിക്കുന്നത്? ആൽഗെ ട്രീ എന്നുള്ള ടെക്നോളജിയാണ്. മറ്റേ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ സൈസ് 2.5ഉം അതുപോലെ തന്നെ പർട്ടിക്കുലേറ്റ് മാറ്റർ 10 സൈസ് വരുന്ന ആ ഒരു പൊല്യൂട്ടൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഈ ആൽഗെ ട്രീ എന്ന് പറയുന്നത്. അത് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത് സ്വാമി വിവേകാനന്ദ പാർക്ക് ഭോപ്പാലിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? ക്യാബിനറ്റ് മിനിസ്റ്റർ വിശ്വാസ് സാരംഗാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്ട്രാ വേണമെന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒലിവ് ബോർഡിൻ്റെ അഡ്വാൻസ് ജി കെ എന്നുള്ള സെഷനാണ്. അപ്പോൾ ബാക്കി മന്ത്സിൻ്റെതും ഇപ്പം ഇനി മുമ്പോട്ടുള്ള ഇപ്പം ജൂണാണെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഇതുപോലത്തെ അഡ്വാൻസ് ജി കെ സെഷൻസ് ഇനിയും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു.